ജീവിക്കണം. അതല്ല അതിങ്ങനെ ചൂടെടുത്ത് ഇടങ്ങേറായി കുറെ കുരു കണ്ണുമ്മ പൊന്തി, കുറെ കുരു തൊക്കില് പൊന്തി, ഒരുപാട് സ്ഥലങ്ങളിലൊക്കെ കുരു വന്ന് ഡോക്ടറെ കാണിച്ച് എന്താണത് ചൂട് കുരുവാണ്. ആ ചൂട് കുരുവിന് ഓരോ തവണയും ഡോക്ടർക്ക് 200 രൂപ ഫീസ് അടക്കും, 150 രൂപന്റെ ഓയിൽമെന്റ് വാങ്ങും, പിന്നെ അടുത്ത കുടിനെ കൊണ്ടുപോകും. അങ്ങനെ മഴ പെയ്യോളം കൊണ്ടുപോകും. എന്നാലും ഒരു AC വാങ്ങാൻ ചുരുക്കത്തിൽ പാലക്കാട്ടുകാരെത്തുന്നില്ല എന്നതാണ് പോലീസുകാരൻ പറയുന്നത്. അപ്പൊ അതുകൊണ്ട് സുബ്ഹാനല്ലാഹ്, ഞാൻ പറഞ്ഞു എല്ലാ പുരന്റെ മുകളിൽ 2 ഷീറ്റ് ഇങ്ങോട്ട് കയറ്റെങ്കിൽ നിങ്ങൾക്ക് റാഹത്തുണ്ടാവുള്ളൂ. ഏത് പുരയാണെങ്കിലും അതിന്റെ മുകളിൽ 2 ഷീറ്റ് വേണം. ഈ ഷീറ്റ് ചൂടാണ്. അപ്പൊ ആ ചൂട് അകറ്റാനുള്ള മാർഗങ്ങൾ നമ്മൾ കാണണം. ഇപ്പോഴും പഴയ കാലം പോലെ പഴയ സംവിധാനത്തോടെ പോയാൽ പോരാ എന്നുള്ളതാണ് എന്റെ തിയറി ഉള്ളത്. പഴയ കാലത്ത് നമ്മുടെ മദ്രസയിൽ പഠിച്ചത് എന്താണ്? മത്തം കറി അസുരം കുത്തി. ഒന്നാം ക്ലാസ്സിൽ പഠിച്ചത് മത്തം കറി അസുരം കുത്തി, ബഷീർ കീസ തിരി, കുനിയൻ അമ്മിയിൽ കയറി, മണ്ടൻ ഉണ്ട തിന്നു. ഇതൊക്കെ 1ാം ക്ലാസ് മദ്രസയിൽ പഠിച്ചതാണ്. ഇന്ന് കണ്ടോ നിങ്ങൾ, ഈ കുട്ടികൾക്കൊന്നും തിരിഞ്ഞില്ല. കുനിയനും തിരിഞ്ഞില്ല, മണ്ടനും തിരിഞ്ഞില്ല. ഉണ്ട ചിലപ്പം പാലക്കാട് ഉണ്ടാകാൻ സാധ്യതയുണ്ട് അല്ലേ? ഇതൊന്നുമില്ല. ഇന്ന് എന്റെ കൂടെ ഒരു കുട്ടി കയറിയിരുന്നു. ആ കുട്ടിക്ക് ഒരു പരാതി ഉണ്ടെന്ന് പറഞ്ഞു. ആ കുട്ടി പരാതി പറഞ്ഞെന്താ പറയാ, പള്ളിയിൽ AC വെച്ചിട്ടുണ്ട്, മദ്രസയിൽ AC ഇല്ല. വെറുതെ പറയില്ല. എന്റെ വണ്ടിയിൽ ഒരു കുട്ടിയെ ഞാൻ കയറ്റി. ആ കുട്ടി പറഞ്ഞ പരാതി എന്താണ്? തങ്ങൾ പാപ്പാനോട് ഒരു പരാതി പറയാനുണ്ട്. ആ പരാതി എന്താണ്? ഓനാണ്. അതാ പരാതിക്കാരൻ നമ്മുടെ മുമ്പിൽ തന്നെ ഉണ്ട്. എന്താ ഓനാണ്. അപ്പൊ അവൻ പറഞ്ഞതാണ് എന്ത്, പള്ളിയിൽ നല്ല AC ഉണ്ട്. പള്ളിയിൽ AC ഇട്ടിട്ടുള്ളൂ. എത്ര വെച്ച്? 4 മദ്രസയിൽ AC ഇല്ല. ഞാൻ ഓനോട് പറഞ്ഞ് ഇനി മദ്രസയിൽ പോവുകയേ ചെയ്യരുത്. എല്ലാ കുട്ടികളും പറയാം, നാളെ മദ്രസയിൽ പോകണമെങ്കിൽ AC വെക്കണം ബാപ്പ, ഇന്നെങ്കിലേ പോവുള്ളൂ. അപ്പൊ നിങ്ങൾ AC വെക്കും. അപ്പോഴെങ്കിലും AC വെക്കുള്ളൂ. അപ്പൊ എല്ലാവരും റെഡിയാവും. അപ്പൊ മദ്രസയിലും പള്ളിയിലും ഒക്കെ AC വേണം. വീട്ടിലാദ്യം AC ഇല്ലെന്നോട് പിന്നെ ഞാൻ മദ്രസിന്റെ വാങ്ങ പറഞ്ഞിട്ട് ഒരു കാര്യമില്ലല്ലോ. അതുകൊണ്ട് ഞങ്ങൾ പുരയിലൊരു AC ഒക്കെ, നിങ്ങളെ ഭാര്യയും ഭർത്താവും ഒക്കെ സുഖസുന്ദരമായിട്ട് ഒരു നല്ലൊരു 18-19 ഡിഗ്രി തണുപ്പിലിട്ടൊന്ന് കിടക്കുമ്പോ മാഷാ അല്ലാഹ് എന്തൊരു റാഹത്തുണ്ടാവും. എന്തിനാണ് ഈ പൈസ? ഒന്നും കാച്ചാറന്നിട്ട് എന്താ കാര്യം? ചമ്പളങ്ങ തിന്നൊരു കാര്യമില്ലല്ലോ. കുമ്പളങ്ങയുണ്ട്, ചമ്പളങ്ങയുണ്ട്, രണ്ട് തമ്മിൽ ഫർക്കുണ്ട്. അപ്പൊ അതുകൊണ്ട് എന്നും ചമ്പളങ്ങന്റെ ടീമായിട്ട് കാര്യമില്ല. നമ്മൾ എപ്പോഴും സ്മാർട്ടായി മാറണം. എപ്പോഴും സ്മാർട്ടായി മാറണം. കാലോചിതമായി ചിന്തിക്കുകയും അതിനനുസരിച്ച് കൊണ്ട് അൽഹംദുലില്ലാഹ് നമ്മൾ വളരുകയൊക്കെ വേണം. അപ്പൊ അതുകൊണ്ട് ചൂടിനെ അകറ്റാനുള്ള സംവിധാനങ്ങൾ ഇൻഷാ അല്ലാഹ് നമ്മുടെ വീടുകളിൽ കൊണ്ടുവരണം. മാക്സിമം ഷീറ്റ് ഒഴിവാക്കണം വീടുകളിൽ. അതാണ് ക്യാൻസർ വരെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നാണ് ആസ്ബറ്റോസിന്റെ ഷീറ്റിന്റെ അടിയിൽ താമസിക്കുന്ന ആളുകൾക്ക്. അതിനാണ് വൈറ്റ് സിമെന്റുകൾ അടിച്ചുകൊണ്ട് അത് മാറാനുള്ള, ഇല്ലെങ്കിൽ അതിനെ പ്രതിരോധിക്കാനുള്ള ഒരു മരുന്ന് അതാണെന്ന് ഹെൽത്ത് പറയുന്നത്. അതുകൊണ്ട് നമ്മുടെ വീടുകളിലൊക്കെ അങ്ങനെ തന്നെ ആയി മാറണം. നമ്മുടെ വീടുകളിലൊക്കെ പലപ്പോഴും അടുക്കളകളൊക്കെ പലപ്പോഴും നമ്മൾ ആസ്ബറ്റോസാണ് ഇടുക. ഇതിന്റെ ഉള്ളിൽ നേരം എടുത്ത് വൈകുന്നേരം വരെ 24 മണിക്കൂറും കഴിയുന്ന നമ്മുടെ ഭാര്യമാരുണ്ട്, ഈ ചൂടത്ത് മാത്രം കഴിയുന്നവര്. എന്നിട്ട് പിന്നെ വൈകുന്നേരം വരുമ്പോ എന്തെങ്കിലും ഒരു ചെറിയ വിഷയം കമ്മിയായാൽ ഭാര്യയോട് ചൂടാകുമ്പോ നമ്മളെ ചൂടും കൂടി കൂടുമ്പോ ഈ പെണ്ണിന് എത്ര ചൂടാ ഒരു ദിവസം കിട്ടുന്നത്? എത്രയാണ്? അപ്പോഴും ആ പെണ്ണ് ക്ഷമിച്ചു നിൽക്കുകയാണ്. എന്തുകൊണ്ട്? സുബ്ഹാനല്ലാഹ്, ഇന്നത്തെ പെണ്ണുങ്ങളല്ല പറഞ്ഞത്, പഴയ കാലത്തെ പെണ്ണുങ്ങളെ പറ്റിയാ പറഞ്ഞത്. ഇന്നത്തെ പെണ്ണുങ്ങൾ അതിനൊന്നും കിട്ടൂല. ഇന്നിപ്പോൾ കല്യാണത്തിന് തന്നെ തയ്യാറല്ല. പിന്നെ അടുക്കളയില് പിന്നെ ചൂട് കൊള്ളാൻ. അതുകൊണ്ട് നമ്മളൊക്കെ എന്ത് ചെയ്യണം? ഒന്നും കൂടിയൊക്കെ സ്മാർട്ടായി നമ്മൾ ചിന്തിക്കണം. ഇപ്പോഴും ഒരു പഴയ സംവിധാനത്തിൽ മാത്രം പോയാൽ പറ്റൂല. മദ്രസ തന്നെ ആവട്ടെ അതിന്റെ തുടക്കങ്ങൾ. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് എല്ലാവരും ഇപ്പൊ നിങ്ങളുടെ മദ്രസയുടെ ആ മുകളിലൊക്കെ കമ്പി അടിച്ചിരിക്കാതൊന്നും പറ്റില്ല. ഞാൻ പിന്നെ നിങ്ങളെ സംഗതി ആയതുകൊണ്ട് നിങ്ങളോട് എത്ര പറഞ്ഞാലും, ഞാൻ എൻ്റെ അടുത്ത് കുറച്ച് ആളുകൾ വന്നിരുന്നു വീട്ടിലേക്ക്.